ഒന്നും പറയാത്തത്? അടുത്ത പരിചയമുള്ളവരോട് പോലും ഞാൻ കാര്യമായിട്ട് ഉണ്ടാറില്ല. പിന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളോട് ഞാൻ എങ്ങനെ സംസാരിക്കാനാ? അല്ല, വിഷ്ണുവിന്റെ ചങ്കായിരുന്നു എന്ന് കേട്ടു. അതെ, ആ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ അളവെടുക്കേണ്ടി വരും. എന്റെ ആശാന്റെ ഹൃദയത്തിനുള്ളിൽ ഒരുപാട് രൂപങ്ങളൊന്നും ഉണ്ടാവില്ല. എന്റെ ഏട്ടത്തിയമ്മ, കുട്ടികള്, പിന്നെ രാഘവ സാറ്, സത്യമ്മ, അതിന്റെ ഒപ്പം ഒഴിച്ചുകൂടാനാവാത്തൊരു സ്ഥാനം തന്ന് എന്നെയും കുടിയിരുത്തിയിട്ടുണ്ടാവും. ആ ഒരു ബന്ധത്തിന്റെ കണക്കൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഹൃദയബന്ധങ്ങൾ ഉള്ളിടത്തെ സ്നേഹബന്ധത്തിന് വിലയുണ്ടാവുള്ളൂ. അല്ലാതെ അതൊരു സുപ്രഭാതത്തിൽ വന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അറിയാതെ കയറാനുള്ളതല്ല. എന്റെ ആശാന് തുല്യം ഈ ലോകത്ത് എന്റെ ആശ മാത്രമേ ഉള്ളൂ. കമലനെ പോലൊരു കൂട്ടുകാരനെ കിട്ടിയ വിഷ്ണു ഭാഗ്യവാനാ. അങ്ങനെയല്ല പറയേണ്ടത്. എന്റെ ആശാന്റെ ഒപ്പം കൂടാൻ കഴിഞ്ഞത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമോ. ആശാന്റെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നതും ഞാനാണ്. ഇത്രയൊക്കെ ആത്മബന്ധം ഉണ്ടായിട്ടും വിഷ്ണു എങ്ങോട്ടാ പോയെന്ന് കമലിനോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ചങ്കും ചങ്കും ഒക്കെ ആവുമ്പോ അത് ഷെയർ ചെയ്യണ്ടല്ലേ? ആശാന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ശാരീരിക ബുദ്ധിമുട്ടുകൾ. ഇനിയിപ്പോ അതുകൊണ്ട് മാറി നിൽക്കുകയാണെന്നും അറിയില്ല. പണി വരുന്നുണ്ടല്ലോ എന്റെ കമല. നിർത്താൻ. പിന്നെയും വെട്ടി കാലെടുക്കണമെന്നൊക്കെ പറയുമ്പോ കണ്ടിരിക്കുന്നവന് ദഹിക്കണ്ടേ? എനിക്കൊട്ട് ദഹിക്കേയില്ല. ശിവേട്ട കൊണ്ട് മാറിയിക്ക. ഇവന്റെ കാലെടുക്കാമെന്ന കാലെടുത്തിട്ട് പോവും. മാറി നിന്നില്ലെങ്കിലേ ഈ കാലം ഞങ്ങൾ എടുക്കും. ഒന്നും മയപ്പെടറാ. കാലം പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി, അതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. തെറ്റ് ചെയ്തത് ഇവനല്ലല്ലോ, ഇവന്റെ ആശാനല്ലേ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനിട്ട് പൂശുന്ന പരിപാടി അത് പോലീസുകാർക്കാണല്ലോ. നമ്മളും അത് തന്നെ പിന്തുടർന്ന നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളേ? അങ്ങനെയാണെങ്കിൽ പിടിച്ചോടാ.
പോടാ. പോടാ.